പൊന്നു കുഞ്ഞ് മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാന്നേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാന്ന് അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു. മോൻ ഗുഡ് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസകൾ ഞാൻ ഉറക്കമൊളിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമൊളിച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിൽ നിന്ന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചു. ഒരു സ്നേഹവും എനിക്ക് തരണ്ട, എന്നെ വന്ന് കാണണ്ട, ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ. വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്, ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ടെന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ നാട്ടിലെല്ലാം അമ്മമാർ കുട്ടികളെ തിരുത്തുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ പോറ്റമ്മയാണെങ്കിലും ആ അമ്മയെ തിരുത്താൻ വേണ്ടി ഒരു മകൻ്റെ ഇളയ ഒരു ശ്രമമാണ് കഴിഞ്ഞ ദിവസം കിച്ചുവിൻ്റെ വീഡിയോയിലൂടെ നമ്മുടെ കേരളക്കര മൊത്തം കണ്ടത്. ഒരു മകൻ്റെ വേദന, ഒരു മകൻ്റെ വിഷമം എല്ലാം തന്നെ നമുക്ക് ആ കിച്ചുവിൻ്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. കുട്ടികളുടെയും സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും ഇടയിൽ നാണം കെട്ട് അവസാനം ഗതിയില്ലാതെ സ്വന്തം അമ്മയോട് സബ്സ്ക്രിപ്ഷൻ പരിപാടി വേണോ, നമുക്ക് മറ്റുള്ള പരിപാടികളും ഓൺലൈൻ പ്രൊമോഷൻ പരിപാടികളും ഇനാഗ്രേഷനൊക്കെ ഉണ്ടല്ലോ അമ്മേ, അതൊക്കെ ഉണ്ടല്ലോ, അതിൽ കൂടിയൊക്കെ ക്യാഷ് കിട്ടുന്നുണ്ടല്ലോ, ഇത്രയും മോശപ്പെട്ട ഒരു പരിപാടി നമുക്ക് വേണോ, അത് എന്നെയും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം മകനായ ഋതപ്പനെയും ബാധിക്കുമല്ലോ എന്ന് ചോദിച്ച് രേണുസുതിക്ക് കിച്ചു അയച്ച ഒരു മെസ്സേജ് അടക്കം ഇന്നലെ കിച്ചു പുറത്തു വിട്ടിരുന്നു. എന്നാൽ അതിന് മറുപടിയായിട്ട് രേണുസുതി പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കിച്ചുവിന് അവർ ചാറ്റ് ചെയ്ത വീഡിയോ അടക്കം ഇന്ന് അവർ പുറത്തു വിട്ടു. സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെല്ലാം ഒരു രീതി എന്ന് പറയുന്നത് കുട്ടികൾ തെറ്റ് ചെയ്യുന്നു, അമ്മമാർ അത് തിരുത്തുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അമ്മ തെറ്റ് ചെയ്യുന്നു, അമ്മയെ തിരുത്താൻ വേണ്ടി സ്വന്തം മകൻ അല്ലെങ്കിലും പോറ്റുമകനായ കിച്ചു ശ്രമിക്കുന്നു, അതിൽ പരാജയപ്പെടുന്നു. അത്തരത്തിൽപ്പെട്ട ഒരു വീഡിയോ ആണ് അവൻ തന്നെ ഗതികെട്ടിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത്. കാരണം അമ്മയെ കാണാൻ പോകാത്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ ഈ കിച്ചു എന്ന് പറയുന്ന കൊല്ലം സുധിയുടെ മകൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഒരു നിവൃത്തിയുമില്ലാതെ എന്തുകൊണ്ടാണ് ഞാൻ പോകാത്തത്, എന്താണ് എൻ്റെ നിസ്സഹായ അവസ്ഥ എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് എൻ്റെ ഒരു ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയാണ് കിച്ചു ആ വീഡിയോ പുറത്തുവിട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും രേണുസുതിയുടെ മറുപടി വീഡിയോ കൂടി നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒപ്പം കാണിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവർ ചെയ്ത റിയാക്ടിംഗ് വീഡിയോയിലെ ബാക്കി ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് ഒന്ന് കാണാം. ഇതാണ് എൻ്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷൻ്റെ കാര്യമാണ്. അപ്പം എൻ്റെ പൊന്നു കുഞ്ഞ് മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാന്നേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാന്ന് അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു. മോൻ ഗുഡ് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എൻ്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 180 രൂപയാണ്. അപ്പൊ കിച്ചു പറയാ 150. നിങ്ങൾ കണ്ടോ, എന്നെ വെറുതെ വിടുപ്പിച്ചു. അപ്പോൾ രേണുസുതി പറയുകയാണ്, ചാറ്റിംഗ് പുറത്ത് വിട്ടുകൊണ്ട് മകൻ അയച്ച വീഡിയോ ആണ്. സബ്സ്ക്രിപ്ഷൻ പരിപാടി തുടങ്ങിയ അതേ ദിവസം ഞാനിങ്ങനെ തുടങ്ങിയെന്ന് പറഞ്ഞു മകൻ അയച്ചപ്പോൾ മകൻ പറഞ്ഞു ഗുഡ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നല്ല വൃത്തിയിലുള്ള എന്തെങ്കിലും നല്ല കോണ്ടന്റ് ആണ് നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നായിരിക്കണം ആ കിച്ചു എന്ന് പറയുന്ന മകൻ വിചാരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ അവിടെ വന്നിട്ട് വൃത്തിയില്ലാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പൊതുജനങ്ങളുടെ മുമ്പിൽ ആഭാസമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുമെന്ന് ഒരിക്കലും ഒരു മകൻ കരുതിയിട്ടുണ്ടാവില്ല. അത് തുടക്ക ദിവസമാണ് എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. ഒന്നാമത്തെ ദിവസം തന്നെ നിങ്ങൾ പോസ്റ്റ് ചെയ്ത വീഡിയോ അത്രയ്ക്ക് വൃത്തികേടായിരുന്നില്ല എന്നുള്ളതും മറ്റൊരു സത്യം. അതിനുശേഷമാണ് നിങ്ങൾ വൾഗറായ വീഡിയോയിലേക്ക് അടന്നതും. ഈ കുട്ടി കാണിച്ച വീഡിയോ ഒക്കെ അതിനുശേഷം വന്ന വീഡിയോ ആണ്. അത് ഒന്നാമത്തെ ദിവസം നിങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോ അല്ല. അതിനുശേഷം നിങ്ങൾ പറയുന്നു എനിക്ക് 500 സബ്സ്ക്രിപ്ഷനായി, ഒരു സബ്സ്ക്രിപ്ഷന് 180 രൂപയാണ്. അപ്പോൾ അവൻ മകൻ പറയുന്നു എന്ന് പറയുന്നതിൽ എന്താണ് ഒരു തെറ്റ് എന്ന് എനിക്ക് എവിടെയും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. നല്ല രീതിയിൽ നിങ്ങൾക്ക് പാട്ട് പാടിയിട്ടോ ഡാൻസ് ചെയ്തിട്ടോ നിങ്ങളുടെ ദൈനംദിന പരിപാടികൾ നിങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചിട്ടോ സബ്സ്ക്രിപ്ഷൻ പരിപാടിയോ എന്ത് പരിപാടി നടത്തിയാലും അത് നല്ലത് തന്നെയാണ് എന്നാണ് കിച്ചു അതിനെക്കുറിച്ച് പറഞ്ഞ വാക്ക്. തീർച്ചയായിട്ടും അതൊരു തെറ്റായിട്ട് കേരളത്തിൽ ഒരു മനുഷ്യനും കാണില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരമ്മ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ്, ഒരിക്കലും തുടക്കത്തിൽ തന്നെ വഴിമുടക്കി ഇല്ല അമ്മ ഇത് പറ്റില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല.
നിങ്ങൾ മോശമായ രീതിയിലേക്ക് കടന്ന കറക്റ്റ് ടൈമിലാണ് ആ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് കിച്ചു നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത്. ഇതുവരെ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, അമ്മ ഇതൊന്ന് നിർത്തിക്കൂടെ, ഇത് മോശമായ പരിപാടിയാണ് എന്ന് പറഞ്ഞ സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ നിർത്തിയില്ല? അപ്പോൾ നിങ്ങൾ പറയുന്നത് കള്ളമാണ്, കാപട്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി ബാക്കി കേൾക്കാം. പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട, എന്നെ വന്ന് കാണണ്ട, ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ, വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്, ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്, എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്നെ. രേണുസുതി പറയുന്ന കാര്യം നിങ്ങൾ കേട്ട് കാണും. എൻ്റെ മരണത്തിന് ശേഷം റീത്ത് വെക്കാൻ പോലും നിങ്ങൾ ആരും ഇങ്ങോട്ട് വരരുത്. ഇതൊക്കെ വളരെ കടന്ന പ്രയോഗങ്ങളാണ്. രേണുസുതിക്ക് അപ്പുണ്ടായ വിഷമത്തിൻ്റെ പുറത്ത് പറയുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നെ വെറുതെ വിട്, ഞാൻ ജീവിച്ചു പോട്ടെ എന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ രേണുസുതി പറയുന്നു. രേണുസുതിയുടെ വിഷമം കൊണ്ട് പറയുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ രേണുസുതി സത്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളിയ ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ് എങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു പ്രശ്നത്തെയാണ് നിങ്ങൾ കൊത്തിപ്പറിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സോഷ്യൽ മീഡിയയുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും വലിയ പങ്ക് നിങ്ങൾക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങളുടെ കുട്ടി ഈ ഒരു കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തതായിട്ട് ഒരു മലയാളി പ്രേക്ഷകനും ഈ വീഡിയോ കാണുന്ന ആർക്കും തന്നെ തോന്നില്ല. കാരണം നിങ്ങൾ കാണിച്ച കുട്ടിയെ വീഡിയോ നിങ്ങളെ കിടക്കുന്ന കിടപ്പിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് രണ്ടാമത് നിങ്ങൾക്ക് കണ്ടാൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഈ സമയത്തെങ്കിലും നിങ്ങൾക്കത് സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവനെ ശപിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ദൈവത്തിന് പോലും മാപ്പ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നമുക്കതിന് ബാക്കി കാണാം. എനിക്ക് നീ ഒന്നും ചെയ്യണ്ട, എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്. നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ച്, നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസകൾ ഞാൻ ഉറക്കമൊളിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമൊളിച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിൽ നിന്ന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. നിന്റെ അമ്മ സ്വന്തം പെറ്റതള്ള നിന്നെ ഇട്ടിട്ട് പോയതൊട്ടുള്ള 1.5 വയസ്സുള്ള ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ അനുഭവിച്ച, ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ദാസിനെ പറ്റി, എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെൻഷൻ. ഞാൻ സസ്പെൻഷൻ അല്ലേ തുടങ്ങിയുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു, നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ ഒരു രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽ ദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ കുറ്റപ്പെടുത്തുന്നവരെ എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിനകത്ത് പിന്നെയും രേണു പറയുകയാണ് ഋതപ്പന് വേണ്ടി എന്നെ വിട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ പണത്തിന്റെ കാര്യമൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടിയ പൈസ കൊടുത്തിട്ടുണ്ട് പോലും, മറ്റേ ഇടത്ത് നിന്ന് കിട്ടിയ പൈസ, എല്ലാ പൈസയും ഇവൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് രേണുസുതി പറയുന്നത്. ഈ ചാറ്റ് നമ്മുടെ കിച്ചു പുറത്ത് വിട്ടത് കൊണ്ടല്ലേ അമ്മ ഈ ചാറ്റ് പുറത്ത് വിടുന്നത് എന്ന് പറയുന്നു. അമ്മ ഇപ്പോൾ വിട്ട ചാറ്റിൽ ഞാൻ മോശകരമായിട്ട് കിച്ചു അയച്ച ഒരു വാക്ക് പോലും കാണുന്നില്ല. അതേസമയത്ത് ആ കുട്ടി നിങ്ങൾക്ക് അയച്ച ഒരു ചാറ്റ് കാണുന്ന ഏതൊരു അമ്മയുടെയും നെഞ്ചൊന്ന് പിടയും. അത് നിങ്ങൾക്ക് സൂക്ഷിച്ച് വായിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ മകൻ്റെ പേരിലുള്ള നിയമവിരുദ്ധമായ കേസിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നു. ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലാവട്ടെ എവിടെയായാലും നിയമപ്രകാരമുള്ള എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം ഇപ്പോൾ മോചിതനാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും വെള്ളമടിച്ച് വാഹനം ഓടിച്ചതുമായി ബന്ധപ്പെട്ട കേസോ എന്തെങ്കിലും പെണ്ണ് കേസോ അങ്ങനത്തെ എന്തെങ്കിലും കേസുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നിയമപ്രകാരം അതിൻ്റെ വഴിക്ക് പോകും. അത് കൊല്ലം സുധിയുടെ മകനായതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യാതെയും അതുപോലെ തന്നെ നിയമത്തിൻ്റെ വഴിക്ക് പോകാതിരിക്കുകയും ഒന്നുമില്ല. ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ കൂടി പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് എടുത്തിടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്കടക്കമുള്ള പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിലും ഞാൻ പറഞ്ഞതുപോലെ അപഹാസ്യമാവുന്നത് അമ്മ എന്ന് പറയുന്ന നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങളൊന്നുകൂടി ചിന്തിക്കണം. ഇനി ഏതായാലും അവസാനമായിട്ട് ഈ നാക്കിൻ്റെ വീഡിയോ പുറത്തുവിട്ടതുമായിട്ടാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതിൻ്റെ ന്യായീകരണം എന്താണ് എന്ന് രേണുസുതി പറയുന്നു. നമുക്കതുകൂടി കാണാം. നാക്കിന്റെ വീഡിയോ നിങ്ങൾക്കറിയാം, ലൈവ് വീഡിയോ വന്നപ്പം കിച്ചു എന്നോട് സംസാരിച്ചു. അപ്പോഴാണ് കിച്ചു എന്നോട് ഇത് സംസാരിക്കുന്നത്. അത്രയും നാളുമായിട്ട് കിച്ചു എന്നോട് ഇത് സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പം ഞാൻ എന്താ പറഞ്ഞത്, കിച്ചു എത്രയോ പേര് ഓരോന്ന് ചെയ്യുന്നു, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണോ എനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ കിച്ചു, 2.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ, അന്നത്തെ കാര്യം കേട്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ കിച്ചു. അതാണ് ഞാൻ ആ പറഞ്ഞ കാര്യം. അത് കിച്ചു പുറത്തു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മ ഈ ചാറ്റ് പുറത്തു വിട്ടത്. പിന്നെ കിച്ചു മോനെ,
നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറയാൻ ഇനിയിപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ്, പിന്നെ കിച്ചുവിനെ ഇപ്പം നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊന്നും അറിയത്തില്ല. ഒന്നും അറിയാതെ എൻ്റെ മെക്കെട്ട് കയറാൻ വരരുത് ദേവിയത്. മനസ്സിലായല്ലോ? ഒന്നും അറിയാതെ എൻ്റെ മെക്കെട്ട് കയറാൻ നിങ്ങൾ ദേവിയത്. ഞാൻ ക്യാൻസർ രോഗിയാണ്. ഇനിയെങ്കിലും കിച്ചു, ഇനിയെങ്കിലും ഈ അമ്മേനെ വെറുതെ വരും. നീ എന്നെ നോക്കണ്ട, നീ എനിക്ക് ഗുണം ചെയ്യണ്ട, നീ എന്നെ അമ്മയെന്ന് വിളിക്കണ്ട, ദയവേത് ഒന്നും എന്നെ നീ വിളിക്കണ്ട. എനിക്ക് എന്നെ ദ്രോഹിക്കാതിരുന്നുകൂടെ നിനക്ക് ഇനിയെങ്കിലും. ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എൻ്റെ ഋതപ്പൻ, എൻ്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എൻ്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എൻ്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസകൾ ഞാൻ ഉറക്കമൊളിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമൊളിച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിൽ നിന്ന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. നിന്റെ അമ്മ സ്വന്തം പെറ്റതള്ള നിന്നെ ഇട്ടിട്ട് പോയതൊട്ടുള്ള 1.5 വയസ്സുള്ള ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും പുറത്ത് വിടുന്നില്ല കിച്ചു. ഞാൻ അങ്ങനത്തെ ഒരു അമ്മയല്ല, ഞാൻ അങ്ങനത്തെ ഒരു സ്ത്രീ അല്ല. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടുക. ഞാൻ ക്യാൻസർ രോഗമായിട്ട് ഞാൻ മല്ലിടുവാണ്. എനിക്ക് എൻ്റെ ഋതപ്പന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്നെ വെറുതെ വിടു കിച്ചു. എന്നെ വെറുതെ വിടും. അപ്പോൾ നാക്കിന് സുഖമില്ലാത്ത സമയത്ത് എടുത്ത വീഡിയോ ആണ് എന്നൊക്കെ രേണുസുതി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ത്രീയാണ് പോലും ഇപ്പോൾ കിച്ചുവിനെ നിയന്ത്രിക്കുന്നത്. അവരുടെ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് രേണുസുതിയെക്കുറിച്ച് ഇത്തരത്തിൽപ്പെട്ട മോശമായ കാര്യങ്ങളൊക്കെ കിച്ചു ഇപ്പോൾ ലൈവിൽ വന്ന് പറയുന്നത് എന്നാണ് രേണുസുതി പറയുന്നത്. അവർക്കൊന്നും അറിയില്ല എന്നും ആരുമില്ലാത്ത സമയത്ത് എടുത്തു വളർത്താനും നോക്കാനും ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ രേണുസുതി പറയുന്നുണ്ട്. എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, രേണുസുതി കിച്ചുവിനെ നോക്കിയിട്ടില്ല എന്നൊന്നും ഒരിക്കലും എവിടെയും കിച്ചു അടക്കം പറഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആ കുട്ടിയെ നോക്കിയിട്ടുണ്ട്. ചെറിയ കാലത്തിലൊക്കെ അമ്മ ഇട്ടെറിഞ്ഞ് പോയ സമയത്തൊക്കെ അവനൊരു താങ്ങും തണലുമായിട്ട് രേണുസുതി നിന്നിട്ടുണ്ട്. ആ കാര്യത്തിലും രേണുസുതിയുടെ ഭർത്താവായ സുതി മരണപ്പെടുന്നത് വരെ നിങ്ങൾ നല്ലൊരു അമ്മയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്തൊക്കെ നിങ്ങൾ നല്ലൊരു അമ്മയായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ മേഖലയായ ഈ സോഷ്യൽ മീഡിയ രംഗത്തേക്ക് വന്ന് കാല് വെച്ചത് മുതൽ നിങ്ങൾക്ക് അവിടെ പിഴച്ചു. അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള എല്ലാ അവസരവും ദൈവം നിങ്ങൾക്ക് തന്നു. അതാണ് കിച്ചു പറഞ്ഞത്. ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ബിഗ് ബോസിലടക്കം നിങ്ങൾക്കൊരു അവസരം കിട്ടി. അവിടെ നിന്ന് നല്ലൊരു ഫെയിമുമായിട്ട് ഇറങ്ങി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ഇനാഗ്രേഷൻസ് കിട്ടി, ഒരുപാട് പ്രൊമോഷൻസ് വർക്കുകൾ നിങ്ങൾക്ക് കിട്ടി. ഇനിയും നിങ്ങൾക്കത് കിട്ടുകയും ചെയ്യും. ആ കാര്യങ്ങളെല്ലാം ചെയ്ത് മാന്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു എങ്കിൽ നിങ്ങളുടെ ഋതപ്പനും അതുപോലെ തന്നെ ഈ കിച്ചുവിനും എല്ലാം മാന്യമായിട്ട് ജീവിക്കുകയും അവരുടെ അമ്മ ഒന്നുമില്ലെങ്കിൽ ഒരു സ്റ്റാറാണ് എന്നും അല്ലെങ്കിൽ ഒരു സിനിമാ നടിയാണ് എന്നും അതുമല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് ആക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് തല ഉയർത്തി നടക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. ആ സാഹചര്യം കുളമാക്കിയത് നിങ്ങൾ ഒരാൾ മാത്രമാണ്. നിങ്ങൾ ഇത്തരത്തിൽപ്പെട്ട വൃത്തികെട്ട ഫീൽഡിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങളൊരു കുടുംബിനിയാണ്, നിങ്ങളൊരു അമ്മയാണ്, നിങ്ങൾ 2 കുട്ടികളുടെ അമ്മയാണ് എന്ന കാര്യമൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ എന്താക്കണം, ഒന്ന് ചിന്തിക്കണമായിരുന്നു. അതൊന്നും ചിന്തിക്കാതെ പണമാണ് എല്ലാത്തിനും വലുത്, പണത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്നെ ആരും ഭരിക്കാൻ വരണ്ട, എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും എന്നൊക്കെയാണ് അന്ന് നിങ്ങൾ ഓൺലൈനിൽ വന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഒരു അവസാനം ഇത്തരത്തിലുള്ള ഒരു ക്ലൈമാക്സിലേക്ക് പോകാൻ വേണ്ടിയുള്ള കാരണം. ഇത് തിരുത്തേണ്ടത് കിച്ചു ആണെന്ന് എനിക്ക് എവിടെയും തോന്നിയിട്ടില്ല. നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റ് നിങ്ങൾക്കേ തിരുത്താൻ വേണ്ടി പറ്റുകയുള്ളൂ. അത് തിരുത്തി നിങ്ങളുടെ മക്കളെ മാന്യമായിട്ട് നോക്കാനുള്ള ഒരവസരം ദൈവം നിങ്ങൾക്ക് തന്നിട്ട് പോലും നിങ്ങൾക്ക് വേണ്ട എന്ന് വെച്ചാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ എനിക്ക് ക്യാൻസറാണ്, ഒരു മഹാരോഗത്തിന് അടിപ്പെട്ട് കിടക്കുകയാണ്, ഈ സമയത്ത് എന്നെ ദ്രോഹിക്കരുത് എന്നൊക്കെ കിച്ചുവിനോട് കാല് പിടിച്ച് അപേക്ഷിക്കുന്നുണ്ട്. അതും ഒരു സത്യമായ കാര്യമാണ്. ഈ ഒരു സമയത്ത് ദയവ് ചെയ്ത് കിച്ചു ഇനി ഇത്തരത്തിലുള്ള ഒരു വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്കും യോജിപ്പില്ല. കാരണം ആ സഹോദരി ഒരു രോഗത്തിനോട് കീഴ്പ്പെട്ടിട്ട് പൊരുതുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും രേണു പറഞ്ഞതുപോലെ ആ ചെറുപ്പത്തിലെടുത്ത് വളർത്തിയ നന്ദി കൊണ്ട് ദയവ് ചെയ്തിട്ട് അത്തരത്തിൽപ്പെട്ട ഒരു കാര്യമായിട്ട് ഇനി മുന്നോട്ട് പോകരുത്. തെറ്റ് രേണുസുതിയുടെ ഭാഗത്താണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി സഹായിച്ചിട്ടില്ലെങ്കിലും ഇനി ആരും അത്തരത്തിൽപ്പെട്ട വീഡിയോകളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളും പരിഹാസ്യങ്ങളുമായിട്ട് മുന്നോട്ട് വരരുത്. ആ സഹോദരിയുടെ മനോവീര്യത്തെ കെടുത്തരുത് എന്ന് തന്നെയാണ് എൻ്റെയും ഒരു ഇളയ അഭിപ്രായം. കാരണം ഒരു ചെറിയ മകനുണ്ട്, ആ മകന് അമ്മയില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആരുണ്ടാവുമെന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇത്തരത്തിൽപ്പെട്ട ചളിവാരി എറിയലുകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് 2 പേരും വിട്ടു നിന്നിട്ട് മാന്യമായ രീതിയിൽ സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉപദ്രവിക്കാത്ത രീതിയിലേക്ക് പോകുന്നതാണ് എന്തുകൊണ്ടും മെച്ചം. ഏതായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളത് കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.